രാജ്യത്തെ നീതിപീഠങ്ങളുടെ തലപ്പത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ ശബ്ദം എത്ര ഉയർന്നു കേൾക്കുന്നുണ്ട്? ജഡ്ജി നിയമനങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് എത്രത്തോളം പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട്? ജനറൽ വിഭാഗങ്ങളെ മറികടന്ന് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഹൈക്കോടതി ജഡ്ജി നിയമനത്തിൽ പ്രാതിനിധ്യം ലഭിക്കാറുണ്ടോ? പലപ്പോഴായി ഉയർന്നു കേട്ടിട്ടുള്ള ഈ ചോദ്യങ്ങളിൽ സുപ്രീം കോടതി വെബ്സൈറ്റ് പുറത്തുവിട്ട നിയമന വിവരങ്ങൾ ചിലതൊക്കെ പ്രതീക്ഷാ നിർഭരമാണ്. കാരണം മുമ്പുള്ളതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. സുപ്രീം കോടതിയിലെ കഴിഞ്ഞ 2 ചീഫ് ജസ്റ്റിസുമാരുടെയും കാലത്ത് കൊളീജിയം നിയമിച്ച ഹൈക്കോടതി ന്യായാധിപന്മാരിൽ മദ്രാസ് ഹൈക്കോടതിയിലെ 88% പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് ന്യായാധിപ നിയമനത്തിൽ നൽകിയ പ്രാധാന്യവും ശ്രദ്ധേയമാണ്. അപ്പോഴും ആശങ്കയാകുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള നിയമനങ്ങൾ കാര്യമായി ഉണ്ടാകുന്നില്ല. സംവരണ വിഭാഗത്തിൽ നിന്ന് ഒരൊറ്റയാളെ പോലും ന്യായാധിപന്മാരായി നിയമിക്കാത്ത ഹൈക്കോടതികളുമുണ്ട്. ആദ്യം കാണാം RDX റാപ്പ്. DY ചന്ദ്രചൂഡും സഞ്ജീവ് ഖന്നയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായിരിക്കെ രാജ്യത്തെ ഹൈക്കോടതികളിൽ 221 ജഡ്ജിമാരെയാണ് നിയമിച്ചത്. 9 സംസ്ഥാനങ്ങളിൽ സംവരണ വിഭാഗത്തിൽ നിന്ന് ഒരാളെ പോലും ജഡ്ജിമാരായി പരിഗണിക്കാതിരുന്നപ്പോൾ ദക്ഷിണേന്ത്യൻ ഹൈക്കോടതികൾ മാതൃകയായി, പ്രത്യേകിച്ചും മദ്രാസ് ഹൈക്കോടതി. ഈ കാലയളവിൽ മദ്രാസ് ഹൈക്കോടതിയിൽ നിയമിച്ച 17 ജഡ്ജിമാരിൽ 15 പേരും പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. 88% വരും ഇത്. മറ്റു പിന്നാക്ക അതിപിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നാണ് തമിഴ്നാട്ടിലെ ജഡ്ജി നിയമനത്തിൽ ഭൂരിഭാഗവും. അതിൽ തന്നെ 5 വനിതകളെയും ഉൾപ്പെടുത്തി. പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിയെങ്കിലും വിമർശന വിധേയമാകുന്നത് പട്ടികജാതി പട്ടികവർഗ പ്രാതിനിധ്യമാണ്. മദ്രാസ് ഹൈക്കോടതിയിലടക്കം ജഡ്ജിമാരായവരിൽ ഭൂരിഭാഗവും OBC വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. SC വിഭാഗത്തിന് കാര്യമായ പ്രാതിനിധ്യമില്ല. ST വിഭാഗത്തിൽ നിന്ന് ആരും തന്നെയില്ല. കേരളത്തിൽ നിന്ന് 20% മാത്രമാണ് സംവരണ വിഭാഗത്തിൽ നിന്നുള്ള നിയമനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്ന് ജഡ്ജിമാരായി എത്തിയവരിൽ ഏറെയും സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധമുള്ളവരാണെന്നതും ശ്രദ്ധേയമാണ്. RDX റാപ്പ്, ന്യൂസ് മലയാളം. ജഡ്ജിമാരുടെ ജാതിയെക്കുറിച്ച് ചർച്ച വേണോ? തീർച്ചയായും വേണം. കാരണം ഈ സമൂഹത്തിൻ്റെ ആനുപാതികമായ പങ്കാളിത്തം എങ്ങനെയാണ് ജുഡീഷ്യറിയിൽ പ്രതിഫലിക്കുന്നത് എന്നത് പഠിച്ചു തന്നെ പോകണം. ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ചീഫ് ജസ്റ്റിസുമാരായിരിക്കെ ആകെ 221 ന്യായാധിപ നിയമനങ്ങൾ നടന്നു. സംവരണ വിഭാഗങ്ങളിൽ നിന്ന് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് സംവരണം എന്നത് ആ പ്രയോഗത്തിലൊരു ചെറിയ പെശകുണ്ട്. അത് നേരത്തെ ആ ടെക്സ്റ്റിലും ഉണ്ടായിരുന്നു, ഈ ടെക്സ്റ്റിലും ഉണ്ടാവും. കാരണം സംവരണം എന്നത് ഇന്നിപ്പോൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളും സംവരണത്തിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ സനീഷ്. അതുകൊണ്ട് ഈ കൂടുതൽ നിയമനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളത്. അതിൽ OBC, മറ്റു പിന്നോക്ക വിഭാഗം OBC, അതിപിന്നോക്ക വിഭാഗം MBC തുടങ്ങിയ കാറ്റഗറിയിൽ നിന്നുള്ള നിയമനങ്ങൾ ഈ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ നടന്നിരിക്കുന്നു. രാജ്യത്താകെ ന്യായാധിപ നിയമനങ്ങളിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് 25% പേരാണുള്ളത്. ഈ നിയമനം ഒരു പരിധിവരെ ചരിത്രപരമാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. മദ്രാസ് ഹൈക്കോടതിയിൽ ആകെ 17 നിയമനങ്ങളാണ്. 15 പേർ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ആകെ നിയമനത്തിൻ്റെ 88.2% പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നാണ്. 80% ജഡ്ജി നിയമനം BC, OBC, MBC വിഭാഗങ്ങളിൽ നിന്നാണ്. 10% ജഡ്ജി നിയമനം പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്നുമാണ്. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്ഥിതി നോക്കാം. തെലങ്കാനയിൽ 85.7% നിയമനം പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നായി കഴിഞ്ഞു. ഭൂരിഭാഗവും OBCയിൽ നിന്നാണ്. കർണാടകയിൽ 66.7% നിയമനം BCയിൽ നിന്നാണ്. വിവിധ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ 27.3% സംവരണ വിഭാഗങ്ങളിൽ നിന്നാണ്. പക്ഷേ കേരളത്തിൽ സംവരണ വിഭാഗത്തിൽ നിന്ന് ജഡ്ജി നിയമനം 20% താഴെയാണ് എന്നുള്ള വിവരം കൂടിയുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലെ സ്ഥിതി നമുക്ക് പരിശോധിക്കാം. പട്ടികവർഗ ജനസംഖ്യ കൂടുതലുള്ള മണിപ്പൂരിലും 50% പിന്നോക്ക വിഭാഗങ്ങളെ പരിഗണിച്ചിട്ടുണ്ട്. ബോംബെ, രാജസ്ഥാൻ, അലഹബാദ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് എന്നീ ഹൈക്കോടതികളിൽ OBC പ്രാതിനിധ്യം 17% താഴെയാണ്. ST വിഭാഗത്തിൽ നിന്ന് നിയമനം മണിപ്പൂരിലെ അടക്കം 5 ഹൈക്കോടതികളിൽ. ദക്ഷിണേന്ത്യൻ ഹൈക്കോടതികൾക്ക് പുറമെ SC വിഭാഗത്തെ പരിഗണിച്ചത് ബോംബെയും അലഹബാദുമാണ്. ഇതിൽ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം, പിന്നോക്കക്കാർ ഒരാൾ പോലും ഇല്ലാത്ത ഹൈക്കോടതികളുമുണ്ട്. 9 ഹൈക്കോടതികളിൽ സംവരണ വിഭാഗത്തിൽ നിന്ന് ഒരാളെ പോലും പരിഗണിച്ചിട്ടില്ല. ജനറൽ കാറ്റഗറിയിൽ നിയമനം നേടിയ 14 പേർക്ക് സിറ്റിംഗ് റിട്ടയർഡ് ജഡ്ജിമാരുമായി ബന്ധമുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഈ നിയമനത്തിൽ ഒന്നുപോലും ദക്ഷിണേന്ത്യൻ ഹൈക്കോടതികളിൽ നിന്നില്ല. 3 പേർക്ക് നിയമനം നൽകിയ രാജസ്ഥാനാണ് ഈ ലിസ്റ്റിൽ ഒന്നാമത്. ആകെ 221 ജഡ്ജി നിയമനങ്ങളിൽ വനിതകൾ 34 പേരാണ്. വനിതാ പ്രാതിനിധ്യത്തിലും മദ്രാസ് ഹൈക്കോടതി മുന്നിൽ നിൽക്കുന്നു. 5 പേർക്ക് നിയമനം നൽകിയിട്ടുണ്ട്. ഇതിൽ BC വിഭാഗത്തിൽ നിന്നുള്ള ഒരാളും OBC വിഭാഗത്തിൽ നിന്ന് 3 പേരുമാണ്. ആന്ധ്രാപ്രദേശ്, ബോംബെ, ഡൽഹി, ഗുജറാത്ത്, തെലങ്കാന ഹൈക്കോടതികളിൽ 3 പേർക്ക് നിയമനം നൽകി.
ഈ ജഡ്ജി തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. എല്ലാ ഹൈക്കോടതികളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏകീകൃതമാണ്. സംസ്ഥാനങ്ങളിലെ സാമൂഹിക പ്രാതിനിധ്യം ഇതിൽ സ്വാധീനിക്കും. മുഖ്യമന്ത്രിമാരുടെ അഭിപ്രായം കൊളീജിയം പരിഗണിക്കും. സംസ്ഥാന ഇന്റലിജൻസിൽ നിന്നുള്ള വിവരങ്ങളും കണക്കിലെടുക്കും. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് സ്വാധീനിക്കുക എന്ന് നോക്കാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങളുടേത് ഉയർന്ന സാമൂഹിക നിലവാരമാണ്. ഇന്ത്യയിൽ OBC ജനസംഖ്യയുടെ 10% തമിഴ്നാട്ടിലാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇത് പഴയ കണക്കിലാണ് കേട്ടോ. ഈ പുതിയ കണക്കിന് ആ സെൻസസ് ഒക്കെ നടന്നാലേ അറിയാൻ കഴിയൂ. തമിഴ്നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരിൽ 13% OBC വിഭാഗത്തിൽ നിന്നാണ്. ബീഹാറിൽ OBC ജനസംഖ്യയുടെ 12.2% വരും. ഉന്നത വിദ്യാഭ്യാസം നേടുന്നത് ഇതിൽ 8% മാത്രമാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇത് പഴയ കണക്ക് വെച്ചിട്ടാണ് ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത്. കാരണം അതിനുശേഷം സെൻസസ് നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ജാതി സെൻസസ് ആ നിലയ്ക്ക് തന്നെ നടക്കുന്ന സ്ഥിതി ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞു പോയതിൽ ഒരു ചെറിയ പിശകുണ്ട്, അത് നമ്മൾ സൂചിപ്പിക്കണമല്ലോ. കാരണം സംവരണ വിഭാഗങ്ങൾ എന്ന് ഇനിയിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം എല്ലാം സംവരണ വിഭാഗങ്ങളാണ് എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. സനീഷ്, ഇതിനകത്ത് വലിയ നീതി നടപ്പായി എന്ന മട്ടിൽ നമ്മളിത് പറഞ്ഞു വെക്കാൻ കഴിയില്ല. കാരണം സ്ഥിരമായി ഈ കൊളീജിയത്തിൻ്റെ ഈ നിയമനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന വലിയ വിമർശനം എന്ന് പറയുന്നത് ആകെ 10,000-25,000 ജഡ്ജിമാരാണ് ഇന്ത്യയിൽ മൊത്തമുള്ളത്. ഇത്രയും പേരുടെ ഇത്തരം വിവരങ്ങൾ അത് ഡാറ്റ അവൈലബിൾ അല്ല എന്നുള്ളതാണ് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ഉത്തരം. ഇത്തരം ഡാറ്റ ശേഖരിച്ചിട്ടില്ല എന്നൊക്കെയുള്ളത് അത് ഒരു തൊടുന്യായം മാത്രമായിരുന്നു. കാരണം വെറും 25,000 പേരുടെ ഈ ഡാറ്റ ശേഖരിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായി സംഭവിക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് ശേഖരിച്ചിരുന്നില്ല. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാര്യത്തിലായാലും ഹൈക്കോടതി ജഡ്ജിമാരുടെ കാര്യത്തിലായാലും ബഹുഭൂരിപക്ഷം സവർണ വിഭാഗങ്ങളിൽ നിന്നാണ്, മുന്നോക്ക ജാതിക്കാരിൽ നിന്നാണ് എന്നുള്ള വിമർശനം സംശയമില്ലാത്തതായിരുന്നു. അക്കാര്യത്തിൽ നമുക്കറിയാമല്ലോ, BBC-യുടെ ഒരു ഇൻ്റർവ്യൂവിൽ TJ ചന്ദ്രചൂഡ് ഇതിൽ കൃത്യമായ മറുപടി നൽകുന്നതിന് പോലും വിഷമിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. കാരണം ഈ സവർണാധിപത്യം അല്ലെങ്കിൽ ബ്രാഹ്മണാധിപത്യം അത് സമ്പൂർണ്ണമായി ഇന്ത്യൻ ജുഡീഷ്യറിയെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉയരുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയാൻ അദ്ദേഹം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയ പുതിയ നിയമനങ്ങളിൽ, ആ കൊളീജിയം ഇരുന്ന കാലത്ത് നടത്തിയ പുതിയ നിയമനങ്ങളിൽ പരമാവധി പിന്നാക്ക വിഭാഗത്തെ പരിഗണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാവുന്നത്. അതെ, അതായത് ഇതിനകത്ത് ഹർഷൻ, അതായത് ജാതി ശ്രേണിയിൽ താഴെ നിൽക്കുന്നതെന്ന് വിവക്ഷിക്കപ്പെടുന്ന സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ ജഡ്ജിമാരായിരിക്കുന്നത് കൂടുതലായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു എന്നാണല്ലോ നമ്മുടെ ഈ ഡാറ്റാ ഷീറ്റിൽ തുടങ്ങുന്നത്. പക്ഷേ ഇത് അവസാനിക്കുമ്പോഴേക്ക് ഈ ഡാറ്റാ ഷീറ്റിലെ വിവരങ്ങൾ ആകപ്പാടെ പരിഗണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉന്നത നീതിന്യായ പീഠം എന്ന് നമ്മൾ വിചാരിക്കുന്നിടങ്ങളിലെല്ലാം ജാതി ശ്രേണിയിൽ മേലെ എന്ന് വിചാരിക്കുന്ന സമ്പന്ന സമൂഹത്തിൽ കുറെ കൂടെ സൗകര്യങ്ങളുള്ള ആളുകളാണ് കൂടുതലായിട്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ചിത്രം, ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ചിത്രം. ഇന്ത്യൻ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അനീതിക്ക് വിധേയരാകുന്നത് ജാതി ശ്രേണിയിൽ താഴെ നിൽക്കുന്നവരെ എന്ന് വിവക്ഷിക്കപ്പെടുന്ന സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. സാമ്പത്തികമായിട്ട് അവർ വളരെ താഴെയായിരിക്കും, സാമൂഹ്യമായിട്ട് വളരെ താഴെയായിരിക്കും. ജാതി ശ്രേണിയിൽ താഴെ നിലയിലാണ് എന്നതുകൊണ്ട് തന്നെയും അവർ അനീതി നേരിടുന്നവരായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അനീതി നേരിടുന്നതുകൊണ്ടാണ് ജനിക്കുന്നത് തന്നെയും അതിൽ പല സമുദായത്തിൽപ്പെട്ട ആളുകളും. അപ്പോൾ നീതി പക്ഷേ നിശ്ചയിക്കുന്ന ആളുകൾ കൂടുതലായിട്ടിരിക്കുന്നത് ജാതി ശ്രേണിയിൽ അനീതി താരതമ്യേന കുറവായിട്ട് അനുഭവിക്കുന്ന ഈ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളെന്ന് വിവക്ഷിക്കപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അതിനെ തിരിച്ചിടണം. അതായത് നമ്മുടെ പ്രാതിനിധ്യത്തിനനുസരിച്ചിട്ടെങ്കിലും നീതിന്യായ വ്യവസ്ഥക്കകത്തേക്ക് ഈ പറയുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വരണം എന്നതാണ് ഒരു ആധുനിക ജനാധിപത്യ സമൂഹം സ്വീകരിക്കേണ്ടുന്ന നിലപാട്. അത് തമിഴ്നാട്ടിൽ ഏതാണ്ട് നന്നായിട്ടുണ്ടായിരിക്കുന്നു എന്നാണ് നമ്മുടെ ഡാറ്റാ ഷീറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ വാർത്തയാകുന്നത് അതാണ്. പക്ഷേ മറ്റെല്ലായിടത്തും അങ്ങനെയല്ല. എന്ന് മാത്രമല്ല, നോർത്ത് സംസ്ഥാനങ്ങളിൽ ഇത് വലിയ പ്രകടമാണ്. ഈ തരം വിവേചനം വളരെ പ്രകടമാണ് എന്നുകൂടെ നമുക്ക് ആ വിവരങ്ങളിൽ നിന്ന് കിട്ടുന്നു. ഇപ്പോൾ ലോകത്തെമ്പാടും, ഇപ്പോൾ അമേരിക്കൻ ജുഡീഷ്യൽ സിസ്റ്റം നോക്കിയാൽ അമേരിക്കൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ 10-12% മാത്രമേ ഉള്ളൂ സുപ്രീം കോടതിയിലും മറ്റ് ഉന്നത നീതിന്യായ പീഠത്തിലെയും ജഡ്ജിമാർ ബ്ലാക്കായിട്ട്. അവിടെ ഒരേ ഒരു നിലവിലൊരൊറ്റ ആളേ ഉള്ളൂ സുപ്രീം കോടതി ജഡ്ജിമാരിൽ. അത് തന്നെ ഒരു വുമണാണ്, ബ്ലാക്ക് വുമണായിട്ടുള്ള ഒരൊറ്റ സ്ത്രീയേ ഉള്ളൂ അവിടെ. അതായത് നമ്മൾ ജനാധിപത്യത്തിൻ്റെ പർദീസ എന്നൊക്കെ വലിയ ബോസ്റ്റ് ചെയ്യുന്ന അമേരിക്കയിൽ പോലും ഇതാണ് സ്ഥിതി. അമേരിക്കയിൽ ഇത് എപ്പോഴും ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. അതായത് അവിടെ എന്തുകൊണ്ടാണ് ഇത് അനീതി മാത്രം സ്ഥാപിക്കപ്പെടുന്നതായിട്ട് മാറും, പ്രാതിനിധ്യം വേണമെന്ന് പറയുന്നത്? അവിടെ ഇപ്പോഴും ബ്ലാക്സിനെതിരായിട്ടുള്ള, കറുത്തവർക്കാർക്കെതിരായിട്ടുള്ള അനീതി വലിയ തോതിൽ തുടരുകയാണ്. നമ്മൾ സമീപകാലത്ത് പോലും കണ്ടതാണല്ലോ കൊലപാതകങ്ങളും മറ്റും. ഒരു അമേരിക്കക്കാരൻ, കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരാൾ കുറ്റം ചെയ്തു എന്ന് പോലീസ് പറയുമ്പോൾ അപ്പം തന്നെ അവർ വൈറ്റായിട്ടുള്ളൊരു പോലീസ് നടപടി നടപ്പാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവിടെ നീതിന്യായ വ്യവസ്ഥയിലേക്ക് പോയാൽ ബ്ലാക്സിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാകാത്ത, എല്ലാ വൈറ്റ്സിനും മനസ്സിലാവില്ല എന്നല്ല, പക്ഷേ ആ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ടില്ലാത്ത ആളുകളാണ് 80% ആളുകളും. 80 അല്ല 95% ആളുകളും
എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതേ സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിലുമുള്ളത്. ഇപ്പോൾ 2013 തോന്നുന്നു, 2014 മറാഠി സിനിമ കോർട്ട് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ചൈതന്യ തമാനെ എന്ന് പറയുന്നൊരു വളരെ ചെറുപ്പക്കാരായുള്ള സംവിധായകൻ അയാളുടെ ആദ്യ സിനിമയായിട്ട് ചെയ്തതാണ് കോർട്ട്. ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു, വലിയ അവാർഡുകളൊക്കെ കിട്ടി. അതിനകത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ആക്ടിവിസ്റ്റ് പാട്ടുപാടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളോട് കൂടെ ചേർത്ത് ആലോചിക്കണം. അതായത് ഒരു പാട്ടിൻ്റെ പേരിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കെതിരെ കേസുണ്ടാവുകയും ആ കേസ് പരിഗണിക്കുന്ന കോടതി ഒരു സവർണൻ്റെ കോടതിയായിരിക്കുകയും ജഡ്ജി ആയിരിക്കുകയും അയാൾ പല സാഹചര്യങ്ങളിലൂടെ ഇയാൾക്കെതിരായിട്ട് ശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്യുന്ന അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ്. അത് കാണുന്ന ഏതെങ്കിലും ഒരു ഇപ്പോൾ NR മധുവിനോ ശശികല ടീച്ചർക്കോ ഒന്നും ഇത് തെറ്റാണല്ലോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആരും രാജ്യത്ത് പിന്നെ വല്ലാത്ത തോതിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് അന്ന് 26 or 27 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ചൈതന്യ തമാനെ ഈ നീതിന്യായ പീഠത്തിലെ സവർണാധിപത്യം എങ്ങനെയാണ് ഈ സാമൂഹ്യ പ്രശ്നങ്ങളെ ബാധിക്കുന്നതെന്ന് സ്ഥാപിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് DY ചന്ദ്രചൂഡിൻ്റെ കാര്യം നേരത്തെ ഹർഷം പറഞ്ഞു. അദ്ദേഹം അന്തം വിട്ടുപോയ ചോദ്യം കേട്ടപ്പോൾ BBC ആങ്കർ ചോദിക്കുകയാണ്, 80% ആളുകളും നിങ്ങളുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ സവർണ ജാതിക്കാരാണല്ലോ എന്ന് പെർഫെക്റ്റായിട്ടും കൃത്യമായിട്ടാണ് ചോദിക്കുന്നത്. അത് താങ്കൾ തന്നെയും അതിൻ്റെ ഉദാഹരണമാണല്ലോ. താങ്കളുടെ പിതാവും ചീഫ് ജസ്റ്റിസ് ആയിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മുഖം വിളറിപ്പോയി. അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. അതങ്ങനെയല്ല, എൻ്റെ പിതാവ് ജസ്റ്റിസ് ആയതുകൊണ്ടല്ല ഞാനിതിലേക്ക് വന്നതെന്ന് പറയാം. പക്ഷേ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അഭിഭാഷകരടക്കമുള്ള ആളുകൾക്കും ജഡ്ജിമാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ജാതീയമായിട്ടുള്ള ഒരു ആധിപത്യം ഉണ്ടെന്ന് മാത്രമല്ല, കുടുംബപരമായിട്ടുള്ള ആധിപത്യം പോലും ഉണ്ട്. നമുക്ക് അതായത് കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ മാറി ഈ കെടാത്ത ദീപശിഖ കൊടുത്തു വരുന്നൊരു സംവിധാനമാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ളത്. ഇപ്പോൾ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തെ ആകപ്പാടെ മാറ്റിയിട്ട് ജഡ്ജി ആയിരിക്കുന്ന ഒരു അച്ഛൻ്റെ മകന് ജഡ്ജിയാകാൻ പാടില്ല എന്ന നിയമവും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഈ സെൻസിറ്റിവിറ്റി, അതായത് നമ്മുടെ വളരെ വൈപുല്യമാർന്നിട്ടുള്ള ഈ സൊസൈറ്റിയുടെ സെൻസിറ്റിവിറ്റി ജാതീയമായിട്ട് താഴ്ശ്രേണിയിൽ ആയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവർ അനീതി നേരിടുന്നു എന്ന കാര്യം ഈ കൂടെ മനസ്സിലാക്കുന്ന ബോധവൽക്കരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാകണം. ഇപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡൊക്കെ ആ നിലക്ക് നല്ല ബോധ്യമുണ്ടായിരുന്ന, നമ്മുടെ ഇത്തരം സംഗതികളെക്കുറിച്ച് സൂക്ഷ്മ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന ആളാണെന്നാണ് പല ആളുകളും അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പോലും പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലടക്കം 221 ജഡ്ജിമാരെ അപ്രൂവ് ചെയ്തതിൽ തമിഴ്നാട്ടിലൊക്കെ 80% ആളുകൾ കൂടുതലായിട്ട് വരുന്നത്. എന്നാൽ അതേസമയം നമ്മൾ പ്രകടമായിട്ട് കാണുന്ന ഈ പറയുന്ന ചിലതരം രാഷ്ട്രീയത്തിന് ആധിപത്യമുള്ള നോർത്തിലെ സംസ്ഥാനങ്ങൾ നേരെ തിരിച്ചാണ് സ്ഥിതി. അവർ വളരെ ചുരുക്കം ആളുകൾ മാത്രം. ഇതിനകത്തെ പ്രശ്നം ഇപ്പം ജാതി സെൻസസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് വരുന്നു, അല്ലെങ്കിൽ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് വരുന്നു. അത് പരിഗണിക്കുന്ന ജഡ്ജി എത്രത്തോളം ഇതിനെ ഏത് തരത്തിലാണ് ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ഒരു കാരണം ജഡ്ജി ഈ DY ചന്ദ്രചൂഡ് തന്നെ, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തന്നെ ഇതേ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വരുന്ന പൗരന് അവൻ്റെ ഒരു പ്രതിഫലനമായി തോന്നണം കോടതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജുഡീഷ്യറിയിൽ അവന് വിശ്വാസം ഉണ്ടാകൂ എന്നുള്ളത് DY ചന്ദ്രചൂഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിഫലനമായി തോന്നണമെങ്കിൽ എന്താണ്, എൻ്റെ പങ്കാളിത്തം അവിടെ ഉണ്ട് എന്ന തോന്നലുണ്ടാവണം ഈ ജാതി ശ്രേണിയിൽ. അതായത് അതിൽ ഏറ്റവും പ്രത്യേകത ഈ OBC വിഭാഗത്തിൽ നിന്ന് വളരെ പരിമിതമായ ജഡ്ജിമാരെ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നുള്ളൂ, പ്രത്യേകിച്ച് ഹൈക്കോടതികളിലേക്ക് എത്തുന്നുള്ളൂ എന്നുള്ളതാണ് കൃത്യമായി കണക്ക് നിരത്തി നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൽ ഈ 2018 ശേഷം ഉണ്ടായ നിയമനങ്ങളുടെ ഒരു ഏകദേശ കണക്ക് ഞാൻ പറഞ്ഞ അതിൽ SC വിഭാഗത്തിൽ നിന്ന് 22 പേരാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടിട്ടുള്ളത് 2018 ശേഷം ഇങ്ങോട്ട്. ST വിഭാഗത്തിൽ നിന്ന് 16 പേരാണ്, OBC വിഭാഗത്തിൽ നിന്ന് 89 പേരാണ്, മൈനോറിറ്റി പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് 37 പേരാണ്. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ള ജനസംഖ്യ എന്ന് പറയുന്നത് OBC ആണ്. OBCയിൽ 89 പേരാണ് ആകപ്പാടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ജനസംഖ്യയുടെ 15-20% ഇടയ്ക്ക് മാത്രം വരുന്ന സവർണ സമുദായങ്ങളിൽ നിന്ന് 551 ജഡ്ജിമാർ വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഒരു വ്യത്യാസം ആലോചിച്ച് നോക്കൂ. അതായത് ഒരു തരത്തിലും അത് ആനുപാതികമല്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിപ്പോൾ നമ്മൾ ജുഡീഷ്യറിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു തമാശയുണ്ട്. കാരണം നമ്മുടെ എഡിറ്റോറിയൽ ബോർഡുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര എഡിറ്റോറിയൽ ബോർഡുകളിൽ ഈ ആനുപാതിക പ്രാതിനിധ്യം ഉണ്ടെന്നുള്ളത് വേറെ ചർച്ചയായിട്ടുള്ളത്. ഇത് അവസാനിപ്പിക്കുക. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ പോറ്റിയുടെ കോടതിയിൽ പുലേന് നീതി കിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ വളരെ തുടക്കം മുതൽ തന്നെയുള്ളൊരു ചൊല്ലാണ്. ആ നിലക്ക് എനിക്ക് തോന്നുന്നു അവസാനിപ്പിക്കാമെന്ന്. തീർച്ചയായും നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. ജനാധിപത്യത്തെപ്പറ്റി സംസാരിക്കുമ്പോഴെല്ലാം ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ അതിനൊപ്പം പ്രാതിനിധ്യം എന്ന വാക്ക് ചേർത്ത് പറഞ്ഞിരുന്നു. സകല ജനത്തിനും പ്രാതിനിധ്യമില്ലാത്ത ജനാധിപത്യം അത് നിയമനിർമ്മാണ സഭകളിലാകട്ടെ, ഉദ്യോഗസ്ഥ ക്രമത്തിലാകട്ടെ, നീതിപീഠങ്ങളിലാകട്ടെ അർത്ഥശൂന്യമായിരിക്കുമെന്ന് അംബേദ്കർ വിശ്വസിച്ചു. അസ്പൃശ്യരായ ജനതയെ പ്രതിനിധീകരിക്കാനും അവരുടെ ആഗ്രഹാഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കാനും സമൂഹത്തിൽപ്പെട്ടവർക്ക്
മാത്രമേ, ആ സമൂഹത്തിൽപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കൂ എന്ന ഉറച്ച ധാരണ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിക്കും ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മൂലക്കല്ലായി തീർന്ന അടിസ്ഥാന ആശയമാണിത്. ഇന്ത്യൻ സിവിൽ സർവീസിൽ, ഇന്ത്യൻ നീതിപീഠങ്ങളിൽ, ഇന്ത്യൻ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ എത്ര പിന്നാക്കക്കാരുണ്ട്, എത്ര ദളിതരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്? ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ 75 വർഷമായി ജനാധിപത്യ വിശ്വാസികൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. സംവരണ വിരുദ്ധ കലാപങ്ങൾ ഏറെ കണ്ടതാണ് ഇന്ത്യ. മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾക്ക് പിന്നാലെ ഇന്ത്യൻ തെരുവുകളിൽ നിന്ന് കത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. സർവകലാശാലകളിലെ സംവരണ വിരുദ്ധ സമരങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ആ പരിസരത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഈ വാർത്ത ഒരു പരിധിവരെയെങ്കിലും മനോഹരമാകുന്നത്. അതുകൊണ്ടാണ് സാമൂഹിക അസമത്വത്തെയും അപകർഷതയെയും ഇന്ത്യൻ ജുഡീഷ്യറി മെറിറ്റ് മാനദണ്ഡമാക്കി പൊളിച്ചു പണിയുന്നത് ഹൃദ്യമാകുന്നത്. അതുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ കൂടുതൽ പിന്നോക്കക്കാരായ ന്യായാധിപരുണ്ടാകുന്നു എന്ന ചോദ്യം, എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ചോദ്യം രാജ്യത്തോട് ചില ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴും വേണ്ടത്ര ദളിത് പ്രാതിനിധ്യം എവിടെ, പിന്നോക്ക വിഭാഗക്കാരുടെ പ്രാതിനിധ്യം എവിടെ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ന്യായാധിപരുടെ പ്രാതിനിധ്യം എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇന്ത്യ മുഴുവൻ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. കാരണം ആനുപാതികമായി നമ്മൾ നേരത്തെ പരിശോധിച്ചു, ആ പരിശോധനയിൽ തന്നെ നമ്മൾ കാണുന്നത് വളരെ പരിമിതമായ എണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. RDX അടുത്ത വിഷയത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.